ഞാനൊരു മുഖ്യമന്ത്രിയായി മാറിയാൽ അത് എത്ര കണ്ട് സാധ്യമാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അതിലെ കൂടുതൽ അറിയാനുള്ള അവസരം എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ കഴിവുകളെ ഉപയോഗിക്കാൻ ആ സിസ്റ്റത്തിന് കഴിയണം. ആളുകൾ ഇപ്പം നമ്മുടെ പൊതുസമൂഹം വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പൊതുസമൂഹം, എല്ലാ നാട്ടിലെയും പൊതുസമൂഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അവർ നല്ലൊരു ലീഡറാണ് എന്നവർ ധരിക്കുന്നതാണ്. അതിനർത്ഥം ഞാനൊരു മുഖ്യമന്ത്രിയായി മാറിയാൽ ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാന്ത്രിക വടി കൊണ്ട് ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടാവാം. അത് എത്ര കണ്ട് സാധ്യമാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. കേരളം പോലൊരു സ്റ്റേറ്റ്, അതൊരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മുഴുവൻ മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. കാരണം ഇവിടുത്തെ ഏറ്റവും താഴെ എന്ന് നമ്മൾ ഒരു സാധാരണക്കാരനെ ഏറ്റവും ആദ്യം ചെല്ലുന്ന ഒരു സർക്കാർ ഓഫീസ് മുതൽ മുകൾ വരെയുള്ള ഒരു ഭരണ സംവിധാനത്തെ മുഴുവൻ ഒരു പ്രത്യേക പാതയിലേക്ക് മാറ്റിയെടുക്കാൻ അത് വളരെ ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി വളരെ വിഷനോടുകൂടി ദീർഘകാലം പ്രയത്നിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് കേരളത്തിൽ. അല്ലാതെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പോലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലെ കൂടുതൽ അറിയാനുള്ള അവസരം എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെ അതെ. പ്ലാനിംഗ് ബോർഡിന്റെ പ്ലാനിംഗ് ബോർഡിൽ വന്ന സമയത്ത് തന്നെ നമുക്കറിയാവുന്ന പോലെ കുറേ അനാവശ്യമായ കോൺട്രവേഴ്സി, താങ്കളെ കേരള കോൺഗ്രസ്സുകാരനാണെന്ന് കുറച്ച് മരങ്ങാട്ട് പുള്ളിയായതുകൊണ്ട് രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ പ്ലാനിംഗ് ബോർഡിലെ അനുഭവം എങ്ങനെയാണ്? താങ്കളുടെ പ്രൊപ്പോസൽസ് ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊപ്പോസൽസിന് ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണോ ഉള്ളത്? എന്താണ് പ്ലാനിംഗ് ബോർഡിലെ എക്സ്പീരിയൻസ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്ലാനിംഗ് ബോർഡും ഗവൺമെൻറ്റും എന്താണോ എൻ്റെ കയ്യിലുള്ള സ്കില്ല് അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയൊക്കെ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നെ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാൻ പലവിധ കാരണങ്ങൾ കൊണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടല്ല, ആ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ സിസ്റ്റത്തിന്റെ ഒരു ചേഞ്ച് വേണ്ടി, കാരണം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എന്തുകൊണ്ട് കേരളം ഇങ്ങനെ അല്ല ആകേണ്ടത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ അതെ. അതിന് താങ്കൾക്ക് കിട്ടുന്ന ഒരു അവസരം കൂടെയാണ് പ്ലാൻ ബോർഡ്. അതെ അതെ. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വളരെ കഴിവുള്ള ഒരാളെ നിങ്ങൾ ഫോട്ടോഗ്രാഫറായിട്ട് എടുത്തു, വീഡിയോഗ്രാഫറായിട്ട് എടുത്താൽ അയാളെ നിങ്ങൾ ചിന്തിക്കണം എങ്ങനെയൊക്കെ അയാളുടെ സ്കില്ല് ഉപയോഗിക്കാമെന്ന്. അത് സ്ഥാപനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വീഡിയോഗ്രാഫർക്ക് അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫർക്ക് കയറി വരുമ്പോഴേ ഒത്തിരി പരിമിതികളുണ്ടാവും. പക്ഷേ അയാളിൽ വലിയൊരു കഴിവുണ്ടെന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ അയാളെ നിയമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കഴിവുകളെ ഉപയോഗിക്കാൻ ആ സിസ്റ്റത്തിന് കഴിയണം. ഈ ഫോട്ടോഗ്രാഫർക്ക് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സിസ്റ്റം മുഴുവൻ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ടൂറിസം റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതൊന്നും നടക്കുന്നില്ലെന്ന് അതിനർത്ഥമില്ല കേട്ടോ. അതൊക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു സ്പീഡിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഒരു 25 ടൂറിസം ഹബ്ബുകൾ ഡിക്ലെയർ ചെയ്ത് അതിനെ പ്രത്യേക ടൂറിസം സോണുകളായിട്ട് പ്രഖ്യാപിച്ച് അതിന് കൃത്യമായ അടുത്ത ഒരു 30 വർഷത്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി രൂപപ്പെടുത്തണം അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഞാൻ ആദ്യം പ്ലാനിംഗ് ബോർഡ് മെമ്പറായി ആദ്യം ചാർജ് അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെയും മന്ത്രിയുടെ അടുത്തും പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ്റെ അടുത്തും ഒക്കെ ഞാൻ ആദ്യം പ്രസൻറ്റ് ചെയ്ത് ഞാനൊരു പ്രിപ്പയർ ചെയ്ത നോട്ടുമായിട്ടാണ് പോകുന്നത്. ടൂറിസം മേഖലയിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്, അതൊരു 12 കാര്യങ്ങളാണ്. അത് ഞാൻ നേരത്തെ പല കാലഘട്ടങ്ങളിൽ ചിന്തിച്ച് ഞാൻ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും വെറുതെ പറയൽ മാത്രമല്ല, ഞാനത് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ ആണെങ്കിലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷത്തിനകം ഞാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ഡീറ്റെയിൽഡായ നോട്ടുകളുണ്ടാകും. ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ഒരു ആശയം തോന്നുന്നത്, ഞാൻ അതിൻ്റെ ആ ഹെഡിൻ്റെ താഴേക്ക് ആ പുതിയ ആശയങ്ങളോട് എഴുതി ചേർക്കും. അങ്ങനെ ഒരു 10-50 കാര്യങ്ങളെങ്കിലും എൻ്റെ മൊബൈൽ ഫോണിലും അത് പിന്നീട് ഞാൻ ഡയറികളിലേക്കൊക്കെ മാറ്റി എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിൽ എന്തായിരിക്കണമെന്ന് ഞാൻ ഓരോ രാജ്യത്തു നിന്നും കിട്ടുന്ന, ഉദാഹരണത്തിന് മാച്ചു പിച്ചു ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് അവിടെ ഒരു ഹെറിറ്റേജിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രത്തെ വിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ, ബ്രസീലിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ എത്യോപ്യയിൽ ചെല്ലുമ്പോൾ,
അല്ലെങ്കിൽ ജിബൂട്ടി ചെല്ലുമ്പോൾ പോലും അവർ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തെ ഒരു മരുഭൂമിയിലെ ഒരു ഗോത്ര ഗ്രാമത്തെ മുറ്റത്തൊരു കട്ടിൽ മാത്രം ഇട്ട് കൊടുത്ത് $5000 പെർ നൈറ്റ് മേടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന്, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന സമ്പന്നനായ സായിപ്പിന് ആഫ്രിക്കയിലെ ഒരു ഗോത്ര ഗ്രാമത്തിൻ്റെ ചുറ്റും കുടിലുകളുള്ള ഗോത്ര ഗ്രാമത്തിൻ്റെ നടുക്കുള്ള കട്ടിലിൽ രാത്രി കിടന്ന ആകാശം കണ്ട് കിടന്നുറങ്ങുന്ന എക്സ്പീരിയൻസ് ആവും കൊടുക്കുന്നത്. ആ എക്സ്പീരിയൻസിന് $5000 കിട്ടാം. സോറി, എന്താ, 5000 രൂപ, 5000 രൂപയ്ക്ക് തുല്യമായ കാശ് കിട്ടും എന്ന് ഉള്ളതൊരു ടൂറിസം പ്രോഡക്റ്റാണ്. അല്ലാതെ എല്ലായിടത്തും 5 സ്റ്റാർ റിസോർട്ടുകൾ വേണ്ട. അപ്പം നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന കുറേ ഡെസ്റ്റിനേഷനുകളുണ്ട്. അതിൽ പലതും ഓവർ ക്രൗഡഡാണ്. ഉദാഹരണത്തിന് മൂന്നാറിലേക്ക് ഒരു അവധി ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് അയാൾ പോയിട്ട് 8 മണിക്കൂർ എടുത്ത് പോയിട്ട് തിരിച്ചു വരാൻ. ട്രാഫിക് ജാമാണ്, അവിടെ ഒരു പോലീസുകാരൻ പോലും ഇല്ല. തോന്നുന്നിടത്തൂടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യുന്നു, തോന്നുന്നിടത്തെല്ലാം ഇടയ്ക്ക് കൂടെ വണ്ടി കയറുന്നു. അവസാനം ഇവർക്ക് അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. 8 മണിക്കൂർ വഴി കടന്നു. അവിടെ പോയ ഒരു ടൂറിസ്റ്റിന് മൂന്നാർ ഒരു വിനോദയാത്രയായിരിക്കുമോ അതോ ഒരു ദുസ്വപ്നമായിരിക്കും. അപ്പം നമ്മൾ ആളുകൾ വരാത്തത് കൊണ്ടല്ല, ഇതിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല. 2, കുറേ ആളുകൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് കുറേ മദ്യവും കുറച്ച് ഫ്രൈ ചെയ്ത് ഇറച്ചിയും വാങ്ങിച്ചുകൊണ്ട് മൂന്നാറിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണോ യഥാർത്ഥ ടൂറിസം നമുക്കിവിടെ വേണ്ടത്? ടൂറിസം ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ഡെസ്റ്റിനേഷനെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. അത് സംസ്ഥാന ഖജനാവിലേക്ക് പണം കൊണ്ടുവരാൻ പഠിക്കണം. അതിനുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ മൂന്നാറിനെ ഒരു ഹബ്ബായിട്ട്, ടൂറിസം ഹബ്ബായിട്ട് എടുത്താൽ മൂന്നാറിൻ്റെ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളും അവിടുത്തെ ജീവിതവും കൃഷിയും സ്പൈസസും ഇതെല്ലാം ചേർന്ന ഒരു ഗംഭീരമായ ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അതിനടുത്തൊരു 30 വർഷത്തെ മുന്നിൽ കണ്ടിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ഉണ്ടാവണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇങ്ങനെ ഒരു 25 ഹബ്ബ് ഡെവലപ്പ് ചെയ്താൽ 25 കേരളത്തിലുള്ളൂ. അതിൻ്റെ പരിസരത്തുള്ള ഒരു 30 കിലോമീറ്ററോട് വരുമ്പോൾ ധാരാളം ഗ്രാമങ്ങളുമായി. ഇങ്ങനെ 25 അതിന് ചുറ്റുമുള്ള 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കേരളം കവർഡ് ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു പ്രോജക്റ്റാണ്. പക്ഷേ പ്രശ്നം അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാനോ, അത് ഞാൻ പല സ്റ്റേജുകളിൽ പറയുമ്പോഴും നമ്മളുടെ ഈ ടൂറിസത്തിൻ്റെ പല തട്ടുകളിൽ ഇരിക്കുന്ന ആളുകൾക്കും പെട്ടെന്ന് പിടുത്തം കിട്ടുന്നത് നമുക്ക് അവിടെ ഒരു ബോട്ട് ഇറക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പാലത്തിന് പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഒരു സിമ്പിൾ പൊടിക്കൈകൾ കാണിക്കുന്നതിലപ്പുറമുള്ള കാര്യങ്ങളൊന്നും പല ഈ ടൂറിസത്തിൻ്റെ DTPC മുതലുള്ള ഇരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇതിനൊരു ടോട്ടാലിറ്റിയിലുള്ള പ്ലാനിങ് വേണ്ട. കേരളത്തിൽ സർക്കാർ ടൂറിസത്തിൽ പൈസ ഇറക്കുകയല്ല വേണ്ടേ. സർക്കാർ ഈ സ്ഥലങ്ങളെ ഡിക്ലെയർ ചെയ്യുക, അവിടെ ടൂറിസം സോണുകളായിട്ട് പ്രഖ്യാപിക്കുക, അവിടെ എങ്ങനെ കെട്ടിടം പണിയാവുന്നു, എവിടെ കെട്ടിടം പണിയാവുന്നു, ഏത് രൂപത്തിൽ പണിയാവുന്നു, ഏത് ഷേപ്പിൽ പണിയാവുന്നു, അവിടെ എന്ത് ഫെസിലിറ്റി വേണമെന്നും നിയമം ഉണ്ടാക്കുക. ഈ നിയമം പരസ്യമാക്കുക. മനസ്സിലായില്ലേ? ഈ പണി തുടങ്ങി പൂർത്തിയായി കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഇവിടെ നിയമമായിട്ട് ചെല്ലുന്നത്. പിന്നെ പൊളിച്ചോളാൻ പറയും, അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത് അവിടെ നിർത്തും. അതിന് പകരം ഇത് ഡിക്ലെയർ ചെയ്യണം ആദ്യം തന്നെ. ഇപ്പം മൂന്നാറിൽ കെട്ടിടം പണിയുകയാണെങ്കിൽ ഇതേ അതിൻ്റെ ഷേപ്പ് പാടുള്ളൂ, ഇതായിരിക്കണം അതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഹൈറ്റ് ഇതായിരിക്കണം, ഇത്ര സ്ഥലത്താണ് ഇത്ര കെട്ടിടം പണിയേണ്ടത്. ടൂറിസത്തിന് പറ്റുന്ന രീതിയിലാണ്. ഇപ്പോൾ വീട് പണിയുന്ന രീതിയിൽ തന്നെയാണ് അവിടെ പണിയുന്നത്, അല്ലെങ്കിൽ കൊച്ചിയിലൊരു കൊമേഴ്ഷ്യൽ സ്ഥാപനം പണിയുന്നത് പോലെയാണ് അവിടുത്തെ നിയമം. ടൂറിസം സെൻറ്ററുകളിലെ കെട്ടിടം അങ്ങനെയാണോ പണിയേണ്ടത്? അല്ല. അപ്പം ടൂറിസം സെൻറ്ററുകളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൂന്നാറിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് തന്നെയാണ് മൂന്നാറിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം. ടൂറിസത്തിന് ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ, മൂന്നാറിലുണ്ടെങ്കിൽ, അത് ആ മൂന്നാർ ടൗണാണ്. ആ മൂന്നാർ ടൗൺ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇത്രയും വൃത്തികെട്ട ഒരു പട്ടണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ ഉണ്ടോയെന്ന്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? അതിനൊരു പ്ലാനിങ് ഇല്ല. തന്നെയല്ലേ ചെല്ലുന്നവരെല്ലാം പോയി വേസ്റ്റ് ഡംപ് ചെയ്യുന്നതും സാധനം പർച്ചേസ് ചെയ്യുന്നതും അവിടെയാണ്. അതിനു പകരം ഈ മൂന്നാർ ടൗണിൽ ചെല്ലുന്ന എല്ലാ ടൂറിസ്റ്റുകളും ചെല്ലേണ്ട കാര്യമില്ല. പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്തോ അതിന് താഴെയോ സ്ഥലത്തോ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയാൽ ഈ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവർക്ക് ചിന്നക്കനാൽ വരെ, അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി വരെ ഒരു കേബിൾ കാറിൽ പോകാൻ പറ്റുവാണെങ്കിലോ, ഈ ചെല്ലുന്ന ചിന്നക്കനാലിലോ മാട്ടുപ്പെട്ടിയിലോ മലേഷ്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മലേഷ്യയിൽ, എന്ന് പറഞ്ഞതുപോലെ ഒരു ടൂറിസം സിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അതിനകത്ത് കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻ്റ് ഉണ്ടാവാം,
ഇതൊന്നും സർക്കാർ കാശ് മുടക്കണം നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എത്രയോ ആളുകൾ, ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കൊടുത്താൽ മതി. ടൂറിസം എന്ന് പറയുന്നത് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, അത് പാടില്ല, ഇത് പാടില്ല, മറ്റേത് പാടില്ല, ഇത് അങ്ങനെ നമ്മൾ വാശി പിടിച്ചാൽ വറ്റിയ ഖജനാവുമായിട്ട് തീർക്കാനിരിക്കുന്നുള്ളൂ. ഇതിനകത്തൊരു എക്കണോമിക് ആസ്പെക്റ്റ് കൂടി ഉണ്ട്. ഇവിടെ പൈസ വരണം. ഈ പണം വരുന്നതാണ് കേരളത്തിലെ എന്താണ് റോഡിലേക്കുള്ള ടാറായിട്ടും ആശുപത്രിയിലേക്കുള്ള മരുന്നായിട്ടും ഒക്കെ ഇറങ്ങേണ്ടത്, ശമ്പളമായിട്ടും ഒക്കെ വരേണ്ടത്. ശമ്പളം എല്ലാവർക്കും കൃത്യമായിട്ട് വേണം. KSRTCക്ക് ശമ്പളം മുടങ്ങാൻ പാടില്ല, സർക്കാരിൻ്റെ ചെലവുകൾ ഒന്നും കുറയ്ക്കാൻ പാടില്ല. എന്നാൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യവും സർക്കാർ ചെയ്യാനും പാടില്ല എന്ന് വാശി പിടിക്കരുത്.